കയറിയാൽ സമസ്തക്കാരിലെ AP സുന്നികൾ ഇന്നെ വിടാറുണ്ട്. ബാല ഇപ്പൊ വിളിക്കുന്ന എന്താ നിങ്ങൾ ബാല നമ്പൂതിരി ആയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് വിളിച്ചോണ്ട് വല്ല റാഹത്തും കിട്ടുമെങ്കിൽ വിളിച്ചോളി, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളെ കാര്യം പരലോകത്ത് എന്താ? എനിക്ക് നല്ലൊരു പേര്, അതും പ്രഗത്ഭനായ ഒരു താബയുടെ ലോകപ്രസിദ്ധ പണ്ഡിതന്റെ പേര് എന്റെ വാപ്പ ആഗ്രഹിച്ചിട്ടതാ. എന്റെ മോൻ മുജാഹിദായി തന്നെ വളരണം, മുജാഹിദായി തന്നെ ജീവിക്കണം എന്ന് അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് വരെ അതിനെതിരായി പോയി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സുഹൃത്തുക്കളെ, ആദർശപരമായി പൊരുത്തക്കേടുണ്ടെങ്കിൽ ആദർശപരമായി നേരിടല്ലേ വേണ്ടത്? വ്യക്തികളെ നമ്മളതൊന്നും ആരെ പറ്റി പറയുന്നില്ല. നമ്മൾ ദാർശനികമായ ഒരു ചർച്ച, അതായത് ഹദീസുകളെ കുറിച്ചോ ഖുർആനെ കുറിച്ചോ നമ്മളത് പറയും. അത് ആര് പറഞ്ഞാലും ഇങ്ങനെ എന്തെല്ലാം നുണകൾ. ആലോചിച്ച് നോക്ക്, ഞാൻ ഇതെന്ത് മനുഷ്യലോകമാണിത്? എന്തൊരു മനുഷ്യലോകമായി ഇത്. ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ യാദൃശ്ചികമാണ് ഒരു പെൺകുട്ടിന്റെ അടുത്തേക്ക് ഒന്ന് സലാം പറഞ്ഞു. മുമ്പ് ക്രിസ്ത്യാനിയായിരുന്നു. നമ്മുടെ പ്രസംഗം കേട്ടിട്ട് അവള് ഇസ്ലാമിൽ വന്നതാണ്. അവൾ എന്നെ കണ്ട ഉടനെ സലാം പറഞ്ഞു. സലാം പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. ജിഫ്രീൻ ഞാൻ പറഞ്ഞൊരു പെൺകുട്ടി. ഞാൻ സലാം അടക്കി. എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ അടുത്ത കാലത്ത് നിങ്ങളെയൊക്കെ പ്രസംഗം കേട്ട് വന്ന ആളാണ്, കണ്ടതിൽ സന്തോഷം. അത് ക്യാമറ പാർത്തി കളഞ്ഞ് ഖുറാഫി മൊയ്ലിയാര് എന്താ പോലോടൊക്കെ പറയുന്നത്? എന്താ നിങ്ങളോടൊക്കെ എന്താ ഇപ്പൊ പറയുന്നത്? എനിക്ക് മനസ്സിലാവണേ. നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ ഒരു അവസ്ഥാവിശേഷം എവിടെ കൊണ്ട് എത്തിച്ചു നമ്മളെ എല്ലാവരെയും? മരിച്ചുകൊണ്ടേ പ്രിയപ്പെട്ടവരെ, പടച്ചതമ്പുരാനെ കണ്ടുമുട്ടണം എന്ന വിശ്വാസം നിങ്ങൾക്കില്ലേ? ഖബർ ജീവിതമുണ്ടെന്നും ഖബറിൽ വിചാരണയുണ്ടെന്നും നരകസ്വർഗങ്ങളുണ്ടെന്നും അവിടെ സിറാത്ത് എന്ന പാലമുണ്ടെന്നും അവിടെ റബ്ബിന്റെ ചോദ്യമുണ്ടെന്നും എന്നേ നിങ്ങളൊക്കെ ഓർക്കാത്തത്? നിങ്ങൾക്ക് എന്ത് പറ്റി? സത്യത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ ഉള്ളത് പറയാലോ. എന്റെ വീട്ടിലെ ഓരോ റൂമും രാത്രി ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ കിടക്കല്. ഏതെങ്കിലും ഒരു സക്കാഫി ക്യാമറയായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് പേടിയുണ്ട് എനിക്ക്. സത്യമാണ് ഞാൻ പറയുന്നത്. എന്ത് മനുഷ്യന്റെ ജീവിതത്തിന് എന്ത് സേഫ്റ്റിയുള്ളത്? ഞാൻ പലപ്പോഴും ഉറപ്പുവരുത്തും ജനലിന്റെ വാതിൽ കുറ്റിയിട്ടുണ്ടോ, വിരി മാറ്റിയിട്ടുണ്ടോ എന്ന്. കാരണം എനിക്ക് ഇവരെ പേടിയാണ്. ഇത് വല്ലാത്തൊരു ലോകമാണ്. പടച്ചോൻ കാക്കട്ടെ, അള്ള കാക്കട്ടെ. എന്തും ചെയ്യാൻ മടിക്കില്ല എന്നത്തെ ലോകം. അള്ളാനെ കണ്ടുമുട്ടൽ മറന്നുപോയ, പടച്ചോനെ കണ്ടുമുട്ടൽ മറന്നുപോയ ഒരു കൗമിനോട് സത്യമാണ് ഞാൻ പറയുന്നത്. വളരെ സൂക്ഷിച്ചോളെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ എല്ലാരെ പറ്റിയും പറയുന്നത്. എന്തൊരു ലോകമാണിത്. നാട്ടുകാരോട് പറയാൻ പറ്റതൊക്കെ. നിങ്ങൾക്ക് എന്ത് പറ്റി മനുഷ്യന്മാരെ? എനിക്കിതൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ള ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അവസാനിപ്പിക്കുന്നു. ക്ഷമിക്കണേ, ഇതൊന്നും ശരിയല്ല. ഇതൊക്കെ ഒഴിവാക്കി മനുഷ്യരെ നന്മ നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് മടങ്ങി പടച്ചോനെ പേടിക്കുന്നതിലും എന്തൊരു ഉത്തമനായ മാതൃക അള്ളാന്റെ റസൂൽ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ട് ആ മാതൃക അവലംബിച്ച് ആ മാതൃക അനുസരിച്ച് ജീവിച്ചോളി. ധാരാളമായ നുണപ്രചരണങ്ങൾ. 100 കോടി മുക്കിയാളാണ് ബാലുശ്ശേരി നോക്കുക. പടച്ചോനെ, വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. ഞാൻ അവനോട് പറഞ്ഞ, മോനെ ഇജ സൂപ്പർ മാർക്കറ്റ് കാണിച്ചെന്ന് ഞാനൊരു പേസ്റ്റ് എങ്കിലും അതിൽ നിന്ന് എടുത്തോട്ടെ. നിങ്ങറിയോ, അധ്വാനിച്ച് ജീവിച്ചൊരു പാരമ്പര്യം എനിക്കുണ്ട്. എന്റെ കയ്യിൽ ഇപ്പോഴും തഴമ്പുണ്ട്. ഞാൻ ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട്. മുസ്ലിമിന്റെ ജീവിതം അതാണ്. പ്രവാചകന്മാരുടെ ജീവിതം അതാണ്. ആളുകളുടെ ഓസി മാത്രം തിന്ന് ജീവിക്കുന്ന ഒരു പാരമ്പര്യം നമുക്ക് പാടില്ല, ചെയ്യില്ല. നിങ്ങൾ ആരെ അറിഞ്ഞുകൊണ്ട് വഞ്ചിക്കില്ല. ഞാൻ നാളെ മരിച്ചു പോയാൽ എന്റെ പേരിലുള്ള ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിച്ചാൽ, അത് വീണ്ടും നിങ്ങൾ ആവർത്തിച്ചാൽ നിങ്ങൾ പാപികളായി തീരും. ഞാൻ ആരുടെയും കട്ടുമുടിച്ച് വീടുണ്ടാക്കിയിട്ടില്ല, ഒരു സംഘടനയും ചതിച്ചിട്ടില്ല. നിങ്ങളിത് മനസ്സിലാക്കും. ആരുമായ ഒരിടപാടിലും മോശത്തരം കാണിച്ചിട്ടില്ല. മനുഷ്യ സഹജമായി ഡേറ്റുകൾ പറഞ്ഞ് മാറിപ്പോകും. ഇതൊക്കെ മനുഷ്യന് സംഭവിക്കുന്നു. അല്ലാതെ ഒരാളെ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനല്ല, എനിക്കൊരു ബിസിനസ് ഇല്ല, ഫുൾ ടൈം ഈ ദൈവത്തുമായി അല്ലാതെ എന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റോട്ടിൽ നിങ്ങൾ എന്നെ കാണുന്നുവെങ്കിൽ അത് പ്രസംഗത്തിനാണ്. ഈയിടെയായി ആളുകൾ എപ്പോഴും ചോദിക്കും, ഇന്നെവിടെയാ പരിപാടി? ഞാൻ ചോദിച്ചോടോ, പ്രസംഗം അല്ലാത്തൊന്നും മനുഷ്യന്റെ ജീവിതത്തിൽ ഇല്ലേ? അപ്പൊ ഇന്ന് പ്രസംഗമല്ലല്ലേ, പ്രസംഗം മാത്രമാ ജീവിതം എന്ന് പറഞ്ഞാൽ അവരെ എന്നെ പറ്റി മനസ്സിലാക്കിയെന്നറിയാം. എനിക്ക് പ്രസംഗമില്ലാത്ത ഒറ്റ ദിവസവും ഇല്ല. അങ്ങനെ തന്നെ ജീവിച്ച ആളാ ഞാൻ, അന്നും ഇന്നും. അഹങ്കാരത്തോടു കൂടി പറയല്ല. അതുകൊണ്ട് ആരും അംഗീകരിക്കണ്ട. പടച്ചോനെ, പടച്ച റബ്ബ് ഒരിക്കലും കൈവിടൂല എന്നുള്ള ഉത്തമമായ വിശ്വാസം. എന്തെല്ലാം ഏറ്റുവാങ്ങിയപ്പോഴും ഒരിക്കലും തകർന്നു പോയിട്ടില്ല. ഇല്ല ഇല്ല. ഭീമാപള്ളിയിലെ ജീപ്പിനടിയിൽ കിടത്തി വലിക്കാൻ ശ്രമിച്ചപ്പോഴും, തല്ലിക്കൊല്ലാൻ ശ്രമിച്ചപ്പോഴും, ഉള്ളാളത്ത് പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കാൻ ശ്രമിച്ചപ്പോഴും പതറിപ്പോയിട്ടില്ല നെഞ്ചകം. ഒരിക്കലും അള്ള നൽകിയ ഈമാന കൊണ്ട് ഒരിക്കലും പതറിപ്പോയിട്ടില്ല. പക്ഷേ ഏറെ വേദനിച്ചു. സ്വന്തം നേതാക്കന്മാരും അനുയായികളും മുശ്രിക്കാക്കിയപ്പോൾ, കാഫറാക്കിയപ്പോൾ, അന്ധവിശ്വാസിയാക്കിയപ്പോൾ
പലതും പ്രചരിപ്പിച്ചപ്പോൾ വേദനിച്ചു. വല്ലാഹു മുസ്തആനു അലാ മാ തസിഫൂൻ ഫസബ്റുൻ ജമീൽ വല്ലാഹു മുസ്തആനു അലാ മാ തസിഫൂൻ. ഭംഗിയായി ക്ഷമിക്കുന്നു ഞങ്ങൾ, എല്ലാം ഞങ്ങൾ അല്ലാഹുവിലേക്ക് വിടുന്നു. അല്ലാഹുവേ നീ സാക്ഷി, അല്ലാഹുവേ നീ സാക്ഷി, അല്ലാഹുവേ ഞങ്ങളുടെ വേദനകൾ നിന്നോട് പങ്കുവെക്കുന്നു. മനുഷ്യരെ, സഹോദരങ്ങളെ, ഇസ്ലാമിലേക്ക് യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് പ്രവേശിക്കുക. എല്ലാ കാര്യത്തിലും നിങ്ങൾ ഇസ്ലാമിനെ സ്വീകരിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ ഓർത്തുകൊണ്ടല്ലാതെ നിങ്ങൾ ഒരാളും ഇവിടുന്ന് പിരിഞ്ഞു പോകരുത്. ഒരാളും നിങ്ങൾ വസ്തുതകളെ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല ഇവിടുന്ന് പോകരുത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.